ഇങ്ങനെ കിടക്കാൻ നോക്കും. നേരെ നോക്കണം, ഇങ്ങനെ കിടക്കും. ഇതൊരു താളാസനമാണ്. ഇങ്ങനെയുള്ള നല്ലതാണ്. മകരാസനം, താളാസനം എന്നൊക്കെ പറയും. ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ നട്ടല് പിറകോട്ട് വളയ്ക്കാൻ നല്ലതാണ്. ഡിസ്കിന്റെ പ്രശ്നം ഒഴിവാക്കി. ഡിസ്കിന്റെ പ്രശ്നമുള്ളവർ ഇങ്ങനെ ദിവസം കിടന്നാൽ മതി, വായിക്കോ ഇങ്ങനെ കിടന്നാൽ മതി. അടുത്തത് ഭുജംഗാസനമാണ്. പാമ്പ് പത്തി എടുക്കുന്ന പോലെ ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരും. പൊക്കിള് വരെയുള്ള ഭാഗം മുകളിലേക്ക് നോക്കും. ശ്വാസം വിട്ടുകൊണ്ട് പോകും. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരും. പൊക്കിള് വരെയുള്ള ഭാഗം ശ്വാസം വിട്ടുകൊണ്ട് പോകും. ശ്വാസം എടുത്തുകൊണ്ട് വരും. ഇവിടെ നിന്ന് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നെ. എന്നിട്ട് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് പോവാം. അടുത്തത് പൂർണ്ണമായിട്ട് കുറച്ചുകൂടി നമ്മൾ അരവരുടെ ഭാഗം ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് പോകാം. ഇത് ചെയ്തത് മൂന്നും ഡിസ്കിനെ കറക്റ്റ് ആക്കാൻ നല്ലതാണ്. സാധാരണ നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ ഡിസ്ക് മുമ്പോട്ട് ബൾജ് ചെയ്താ പോണത്. ഇത് ചെയ്യുമ്പോൾ ഡിസ്ക് ബാക്കിലേക്ക് വരും. അതുപോലെ നട്ടലിനുള്ളിലുള്ള സുഷുമ്നാ നാഡിയുടെയും ഇടാപിംഗള നാഡിയുടെ പ്രവർത്തനം കറക്റ്റ് ആവും. അങ്ങനെ നമുക്ക് യൗവനം നിലനിർത്താൻ പറ്റിയൊരു ആസനമാണ്. മുമ്പോട്ടുള്ള കുനിയല് ഒഴിവായി കിട്ടാൻ പറ്റിയൊരു ആസനം. 3 കാണിച്ചത്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഇങ്ങനെ ചെയ്യാം. ഇത് ഈ കാലിന്റെ ന്യൂറോപ്പതി ഉള്ളവർ, കാലിന് പെരുപ്പ്, കാലിന് വേദന, കാലിന് മരപ്പൊക്കെ ഉള്ളവർക്ക് വളരെ സൗകര്യം ചെയ്താല്. ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ നടന്നുകയും ചെയ്യാം. അടുത്താണ് കാല് പൊക്കൽ, ശലഭാസനം. കാലിന്റെ ന്യൂറോപ്പതി മാറാൻ വളരെ നല്ലൊരു ആസനമാണിത്. അതുപോലെ വലിച്ചത് കോട്ടല്, കാലിന്റെ പെരുപ്പ്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഒഴിവായി വരും. അടുത്തത് നൗകാസനം. ശ്വാസം എടുത്തുകൊണ്ട് വളയുക. കണ്ണ് മുകളിലേക്ക് നോക്കണം.
ഇനി രണ്ട് കാലും ഉയർത്താം. കൈ ചുരുട്ടി അടിയിൽ വെക്കണം. ഇതെല്ലാവരും ചെയ്യേണ്ടതില്ല. ഓരോരുത്തർ അവരുടെ ശരീരത്തിന്റെ അവസ്ഥ അനുസരിച്ച് ചെയ്യണം. ഈ ശലഭാസനവും നൗകാസനവും കുറച്ച് പാടാ ചെയ്യാൻ. അപ്പൊ നമുക്ക് കപ്പാസിറ്റി ഉള്ള പോലെ ചെയ്താൽ മതി. പതുക്കെ പതുക്കെ ചെയ്ത് വന്നാൽ മതി. സ്ട്രെയിൻ എടുത്തിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. യോഗാസനം ചെയ്യുമ്പോൾ ശരീരത്തിനോട് അഹിംസ പാലിക്കണം. അഹിംസ പരമോധർമ്മം എന്ന് പറയില്ലേ നമ്മള്. അടുത്ത ഇനി അനന്താസനമാണ്. ഇങ്ങനെ കിടക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ നമ്മൾ ഇടത്തോട്ട് പുറത്തോട്ടും കിടക്കുമ്പോൾ നമ്മുടെ ഡിസ്ക് നട്ടെല്ല് സൈഡിലേക്ക് രണ്ട് സൈഡിലേക്കും വളയും. ഇപ്പൊ നമ്മൾ ഇന്നലെ നട്ടെല്ലിനെ മുമ്പോട്ട് വളച്ച് യോഗാസനം ചെയ്തു. ഇന്ന് നട്ടെല്ലിനെ പിറകോട്ട് വളച്ച് ചെയ്തു, ഇടത്തോട്ട് വളച്ച് ചെയ്തു, വലത്തോട്ട് വളച്ച് ചെയ്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ നട്ടെല്ലിന് കിടന്നുകൊണ്ടുള്ള ആസനങ്ങൾ ഏതാണ്ട് ഒരുവിധം ആയിട്ടുണ്ട് നമുക്ക്.